ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു റീസേഗൺ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നമ്മുടെ പാഠം അമ്മയുടെ എഴുത്തുകളാണ് അല്ലെ. ഈ ഒരു പാഠം കൂടെ നമുക്ക് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇത് എഴുതിയിരിക്കുന്നത് വി മധുസൂദനൻ നായരാണ്. ഇതിവിടെ അമ്മയുടെ എഴുത്തുകൾ എന്ന് ഉദ്ദേശിക്കുന്നതിൽ പ്രത്യക്ഷത്തിൽ എന്താണ്, ഒരു അമ്മ മകൻ എഴുതിയ കത്തുകളായിട്ട് നമുക്ക് തോന്നാമെങ്കിലും ഇവിടെ അമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാതൃഭാഷയെയാണ്. ആരെയാണടാ? മാതൃഭാഷ. നമ്മുടെ മാതൃഭാഷ മലയാളികൾക്കായിട്ട് ഒരുപാട് എന്താണ് സംഭാവന നൽകിയിട്ടുണ്ട്. സാഹിത്യ സൃഷ്ടികളായിട്ട് ഒരുപാട് എന്താണ് കൃതികൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെയൊക്കെ എന്താണ് ഇവിടെ അമ്മയുടെ എഴുത്തുകളായിട്ട് നമുക്ക് പറയാം. പക്ഷെ അതൊന്നും എന്താണ് ഇന്ന് മലയാളികൾ വായിക്കാനോ അല്ലെങ്കിൽ മാതൃഭാഷയെ എന്താണ് സംരക്ഷിക്കാനോ പരിപോഷിപ്പിക്കാനോ ശ്രമിക്കാത്തതിലുള്ള കവിയുടെ ദുഃഖം കൂടെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കവി തന്നെയാണ് ആഖ്യാതാവ് എന്ന് തോന്നുന്ന രീതിക്കാണ് ഈ ഒരു കവിത എന്താണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെറ്റമ്മയായിട്ടുള്ള മലയാളിയുടെ പെറ്റമ്മയായിട്ടുള്ള മാതൃഭാഷയായിട്ടുള്ള മലയാളത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കവിത വായിക്കുക. അപ്പം അമ്മതൻ ചിന്മുദ്രയാണ് ഈ എഴുത്തുകൾ തൻ മകനായി പകർന്ന പാൽമുത്തുകൾ. ഇന്ന് നാം വീടിന് മോടി കൂട്ടുന്നേരം ഒന്നായി അടുക്കി ഒതുക്കി വെക്കട്ടെ ഞാൻ. അപ്പൊ എന്താണ്, വിദേശത്താണ് നമ്മുടെ കവി താമസിക്കുന്നത്. അവിടെ എന്താണ് ഒരു അമ്മയുടെ കത്തുകളൊക്കെ എന്താണ് ഈ മകന് അങ്ങനെ വീട് വൃത്തിയാക്കാണല്ലേ, വീട് വൃത്തിയാക്കുന്ന സമയത്ത് അമ്മയുടെ കത്തുകളൊക്കെ കിട്ടുകയാണ്. ഈ കത്തുകൾ മകൻ എടുത്തു വെച്ചിട്ട് എന്താ പറയുന്നത് അല്ലെ, ആ അമ്മ സ്വന്തം അമ്മ എന്താണ് മകനായിട്ട് എഴുതിയിട്ടുള്ള കത്തുകളാണ്. പാൽമുത്തുകൾ എന്നാണ് എന്താണ് അമ്മയുടെ കത്തുകളെ വിശേഷിപ്പിക്കുന്നത്. അമ്മയുടെ വാത്സല്യവും അമ്മയുടെ സ്നേഹവും ഒക്കെ പകർന്നുകൊണ്ടുള്ള കത്തുകൾ ആയതുകൊണ്ടാണ് അതിനെ പാൽമുത്തുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള കത്തുകൾ എന്ത് ചെയ്യട്ടെ, ഞാൻ അടുക്കി ഒതുക്കി വെക്കട്ടെ അല്ലെ. പട്ടണക്കോപ്പുകൾ നിറയ്ക്കയായി ചില്ലുപെട്ടികൾ തിങ്ങി നിന്നിഷ്ടമാണെൻ്റെയും കാൽപ്പെട്ടിയിൽ വെച്ച് താഴിട്ടു പിന്നിലെ ചായ്പിൽ ഒളിച്ചാൽ അറിയില്ല കുട്ടികൾ. അപ്പോൾ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ഒരു സാധനവും എന്താണ് നമുക്ക് വീട്ടിൽ വേണ്ട. നമുക്ക് പുതിയ പുതിയ പട്ടണക്കോപ്പുകൾ, പുതിയ പുതിയ പട്ടണത്തിൻ്റെ പട്ടണ വീടുകളെ അലങ്കരിക്കുന്ന പുതിയ വസ്തുക്കൾ കൊണ്ട് എന്താണ് നമുക്ക് വീട് അലങ്കരിക്കണം. ഇത്തരത്തിലുള്ള ഒരു അനാവശ്യ സാധനങ്ങളും നമുക്ക് എന്താണ് വീട്ടിൽ വേണ്ട എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഭാര്യ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ എന്താണ് ഇന്ന് ആംഗലേയ ഭാഷയെ നമ്മൾ എന്താണ് സ്വീകരിക്കുകയാണ്, വിദേശ ഭാഷയെ നമ്മൾ സ്വീകരിക്കുകയാണ്. ഇംഗ്ലീഷിനെയാണ് നമ്മൾ കൂടുതൽ സ്വാഗതം ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, മാതൃഭാഷ അല്ലെ തൊട്ട് അശുദ്ധമാവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റി നിർത്തുകയാണ്. വെറുതെ നമ്മുടെ അമ്മയാണ് മാതൃഭാഷ എന്ന് പറയാൻ മാത്രമേ നമ്മൾ എന്താണ് ഇന്ന് മാതൃഭാഷയെ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ ഇവിടെ എന്താണ് നമ്മുടെ ഈ ഒരു കവിയുടെ ഭാര്യ പറഞ്ഞുകൊണ്ട് ആ കത്തുകൾ എന്താണ് ചായ്പിൽ ഒളിക്കുകയാണ്. വീടിന്റെ പിന്നിലുള്ള എന്താണ് ഒരു നമ്മൾ സ്റ്റോർ റൂം പോലുള്ള സ്ഥലത്ത് എന്താണ് ഒരു പെട്ടിയിലാക്കിയിട്ട് ഒളിപ്പിച്ച് വെക്കാമെന്ന് ഭാര്യ പറഞ്ഞത് പോലെ തന്നെ എന്താണ് ഭർത്താവും അതിന് അംഗീകരിക്കുകയാണ്. എത്ര കൗതൂഹലം നോക്കിയാൽ മിണ്ടും ഈ ചിത്രലേഖത്തിന്റെ താളുകൾ. ഈ അമ്മയുടെ കത്തുകളെ ഒരു ചിത്രലേഖം ഒരു എന്താണ് ചലച്ചിത്രം പോലെയാണ് പറയുന്നത്. കാരണം എന്താണ്, നമുക്കൊരു സ്ക്രീനിൽ ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ മിന്നി മറഞ്ഞു പോകുന്നത് പോലെ അമ്മയുടെ കത്തുകൾ കണ്ടാൽ എന്താണ് ആ നാട്ടിലുള്ള വിശേഷങ്ങളും നാട്ടിലുള്ള ഉത്സവങ്ങളെയും ഒക്കെ എന്താണ് തൻ്റെ മുന്നിൽ വരുന്നത് കൊണ്ടാണ് അമ്മയുടെ കത്തുകളെ ചിത്രലേഖം എന്ന് സൂചിപ്പിക്കുന്നത്. ഈ അമ്മയുടെ കത്തുകളിൽ എന്തൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെ ഉണ്ട്? അമ്മയുടെ വാത്സല്യമുണ്ട്, മുത്കണ്ഠകം, സാരോപദേശങ്ങൾ, വേദന, പ്രാർത്ഥന, നാമസങ്കീർത്തനം, നാട്ടുപുരാണങ്ങൾ, വീട്ടുവഴക്കുകൾ, ഊട്ടുത്സവങ്ങൾ, വിതപ്പൊലിപ്പാടുകൾ. വിതപ്പൊലിപ്പാട് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാർഷിക സംസ്കാരത്തെയാണ്, നമ്മുടെ കൃഷിയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. നാവേറു മന്ത്രം, നറുക്കില പൂവുകൾ. നറുക്കില പൂ എന്ന് വെച്ചാൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം. പിന്നെ അതുപോലെ തന്നെ നീർവാഴ്ചയാറ്റാൻ മരുന്ന് കുറിപ്പുകൾ. ജലദോഷം വന്നു കഴിഞ്ഞാൽ, നീരിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ, വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള മരുന്ന് കുറിപ്പുകൾ. ഇങ്ങനെ ഒരു നാടിൻ്റെ ഒരു ഗ്രാമീണതയുടെ എല്ലാം എന്താണ് അമ്മ തൻ്റെ കത്തുകളിലൂടെ ഈ മകന് പകർന്നു കൊടുത്തിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ മാതൃഭാഷയും. മാതൃഭാഷയിലും എന്താണ് ഇത്തരത്തിൽ നമ്മുടെ ഗ്രാമത്തെയും അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പുസ്തകങ്ങളും നമുക്ക് ഒരുപാട് മരുന്നുകളും മന്ത്രങ്ങളും ഒക്കെ പറഞ്ഞു വെക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇന്ന് ആരും വായിക്കപ്പെടുന്നില്ല എന്നുള്ള കവിയുടെ സങ്കടം കൂടെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അമ്മയുടെ കത്തുകളോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ മാതൃഭാഷയെയും അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കുക. എന്നിട്ടോ, നാദമായി വന്നെൻ്റെ നാവിലെ തേനായി നാഭിയിൽ സ്പന്ദിച്ച തീയുള്ള എഴുത്തുകൾ. അതായത് ആദ്യമായിട്ട് നമുക്കറിയാം നമ്മളൊക്കെ വരുന്നത് എവിടെയാണ്, അമ്മയുടെ വയറ്റിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതേ
അതേപോലെ തന്നെ ആ ഒരു ചൂട് അന്ന് ആ ജനിക്കുമ്പോഴുണ്ടാകുന്ന അതേ ഒരു സ്നേഹവും വാത്സല്യത്തോടെ തന്നെയാണ് അമ്മയുടെ ഈ ഓരോ കത്ത് വായിക്കുന്ന സമയത്തും ആർക്ക് അനുഭവപ്പെടുന്നത്, നമ്മുടെ എഴുത്തുകാരന്. നാഥമായി വന്നെൻ്റെ നാവിലെ തേനായി. അന്നത്തെ ഒരു ഈ അമ്മയുടെ എഴുത്തുകളൊക്കെ എന്താണ്, നാവില് അല്ലെ ഇത് വായിക്കുന്ന സമയത്ത് അന്ന് ജനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ചൂട് അല്ലെങ്കിൽ എന്താണ് ആ ഒരു മാധുര്യം അല്ലെ, ആ ഒരു മുലപ്പാലിൻ്റെ മാധുര്യം ഒക്കെ പോലെ തന്നെ എന്താണ് എൻ്റെ നാവിൽ ഇപ്പോഴും വന്ന് എത്തുന്നു അമ്മയുടെ എഴുത്തുകളുടെ ആ സൗന്ദര്യം എന്ന് കവി പറയുകയാണ്. എന്നിട്ടോ ഓരോന്നിനും ഓരോ മൊഴിച്ചന്തം, അമ്മയാം നേരിൻ്റെ ഈണവും താളവും ഇമ്പവും അമ്മയ്ക്ക് മാത്രം തരാൻ കഴിയുന്നതാം വെണ്മയും ഞാനാകും ഓർമ്മതൻ ഭൂമിയും. അതായത് അമ്മയുടെ ഓരോ കത്തിനും ഓരോ ഭംഗിയാണ് അല്ലെ. ഞാൻ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് അമ്മയുടെ കത്തുകളിലൂടെയാണ് അല്ലെ. അമ്മമാരാണ് നമ്മളെ എന്താണ് നമ്മളാക്കുന്നത് അല്ലെ. നമ്മൾ എവിടെ നിന്ന് ജനിച്ചു, അമ്മയിൽ നിന്ന് ജനിച്ചു അല്ലെ. അപ്പോൾ ഓരോ കത്തും എന്താണ് എന്നെ ഞാനാക്കിയ ആ അമ്മയുടേതാണ് എന്ന് കവി ആലോചിക്കുകയാണ്. അമ്മയ്ക്ക് മാത്രം തരാൻ കഴിയുന്നതാ വെണ്മ ഞാനാകും ഓർമ്മ. അമ്മയ്ക്ക് മാത്രമേ എന്താണ് ഞാൻ എന്താണ് അല്ലെ ആ ഒരു വാത്സല്യം ഒക്കെ തരാൻ പറ്റുന്നത് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മാതൃഭാഷയും. മാതൃഭാഷയിലുള്ള എഴുത്തുകൾ നമുക്ക് വേണ്ടി, മലയാളികൾക്ക് വേണ്ടിയിട്ട് എന്താണ് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ എന്താണ് സംസ്കാരവും പൈതൃകവും ഒക്കെ എന്താണ് നല്ലതാക്കാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും എന്താണ് ഇന്ന് ആരും വായിക്കപ്പെടുന്നില്ല. എന്നിട്ടോ ഭദ്രമായി തന്നെ ഇരിക്കട്ടെ കുട്ടികൾ തൊട്ട് വായിച്ചാൽ അശുദ്ധമെന്നോതി നീ, എന്ത് നവീനം കുലീനം പ്രിയേ നിന്റെ സുന്ദര ദൃഷ്ടി, നിന്നിഷ്ടമാണെൻ്റെയും അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ. ഭാര്യ പറഞ്ഞു, അയ്യോ ഇനിയിപ്പോൾ കുട്ടികളെങ്ങാനും ഇത് തൊട്ടിട്ട് അശുദ്ധമാക്കണ്ട, ചീത്തയാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭർത്താവിൻ്റെ അമ്മയുടെ കത്തുകളെ ആര് ചായ്പിൽ ഒളിപ്പിക്കാൻ പറയുന്നത്, ഭാര്യ ചായ്പിൽ ഒളിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. ഇവിടെ അതേപോലെ തന്നെയാണ് നമ്മളും പറയുന്നത് അല്ലെ. മലയാളമൊക്കെ ഗംഭീരം തന്നെയാണ്. പക്ഷേ എന്താണ് ഇന്നത്തെ കുട്ടികൾ അതെങ്ങാനും വായിച്ച് ഇനി ഓർക്കൊരു അല്ലെ നമ്മുടെ മാതൃഭാഷയെ അവർ അശുദ്ധമാക്കണ്ട അല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പലരും എന്താണ് മലയാളത്തെ പുതുതലമുറയിൽ നിന്നും മാറ്റി നിർത്തി അവരിൽ എന്താണ് ആംഗലേയ ഭാഷകൾ ഇൻജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെന്തൊരു നവീനവും കുലീനവുമായിട്ടുള്ള ദൃഷ്ടിയാണ്. ഇവിടെ പരിഹസിക്കുകയാണ് അല്ലെ. ഇന്നത്തെ കാലഘട്ടത്തിനെ കുറിച്ച് പരിഹസിക്കുകയാണ് ആര്, നമ്മുടെ കവി. കാരണം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പുതിയ ചിന്താഗതിയാണ് അല്ലെ, നമ്മൾ തൊട്ട് അശുദ്ധമാക്കും എന്നുള്ള ചിന്താഗതി, അതിനെ പരിഹസിക്കുകയാണ്. നമ്മൾ വിദേശത്ത് നിർമ്മിച്ചൊരമ്മതൻ ബിംബമീ ആദിത്യശാലയിൽ ശോഭനം. നമ്മൾ വിദേശത്ത് നിർമ്മിച്ച ഈ വീട്ടിൽ അമ്മയുടെ ഒരു ബിംബമുണ്ടല്ലോ, അമ്മയുടെ ഒരു ചിത്രമുണ്ടല്ലോ, അത് മതി അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് അമ്മ ഈ വീട്ടിൽ ശോഭനമായിട്ട് അല്ലെ നിറഞ്ഞു നിൽക്കുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, ഭാര്യ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കും എന്താണ് പറയാൻ, നമ്മുടെ ഭാഷ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മലയാളം എന്ന് പറയാനുണ്ടല്ലോ, അത് മാത്രം മതി നമുക്ക് എന്നാണ് ഇന്നത്തെ മലയാളികളുടെ ചിന്ത. അല്ലാതെ അതിലുള്ള കൃതികളെ പരിപോഷിപ്പിക്കാനോ അതിനെ എന്താണ് കൂടുതൽ മെച്ചപ്പെടുത്താനോ ഇന്നത്തെ മലയാളികൾ ശ്രമിക്കുന്നില്ല എന്ന കവിയുടെ ഒരു ദുഃഖം കൂടെയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ടോ പൊക്കിളിൽ വള്ളി അടർത്തിക്കളഞ്ഞു നിൻ പൊൽക്കരൽ കൂട്ടിൻ്റെ ഉള്ളിൽ വന്നപ്പോഴേ പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം മറന്നു തുടങ്ങി ഞാൻ, എങ്കിലും അമ്മയൊരോർമ്മ ആദിമ സംഗീതമായി വന്നു മൂളുന്നു ഇടയ്ക്കിടെ. അതായത് നിന്റെ കരൾക്കൂട്ടിൽ, അതായത് നമ്മൾ എന്താണ് ഇവിടെ കവിയെ സംബന്ധിച്ച് കവി എന്താണ് ഭാര്യയോട് ചേർന്നപ്പോൾ മുതൽ അമ്മയുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്താണ് ഭാര്യ അടർത്തിക്കളഞ്ഞു. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് ഇന്ന് പുതിയ കാലം ആംഗലേയ ഭാഷയുടെ സ്വാധീനം നമ്മുടെ കേരളത്തിൽ വന്നതോടുകൂടി നമ്മളെല്ലാവരും എന്താണ് ആ ഒരു ഭാഷയിൽ അടിമപ്പെട്ടു. നമ്മുടെ മലയാള ഭാഷയെ നമ്മൾ എന്ത് ചെയ്തു, മറന്നു തുടങ്ങി. അതുപോലെ തന്നെ എത്ര മറന്നു തുടങ്ങിയാലും ഇടയ്ക്കിടെ എന്താണ് അല്ലെ നാവിലെ തേനായിട്ട് അല്ലെ ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മ ഒരു ആദിമ സംഗീതം പോലെ, ഒരു പഴയ കാലത്തിൻ്റെ ഓർമ്മ പോലെ, എത്ര ഞാൻ മറന്നാലും അമ്മ ഒരു ഓർമ്മ പോലെ വരാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മലയാള ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എത്ര മറന്നു കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പറയുന്നതാണെങ്കിൽ കൂടെ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് ഏതിലായിരിക്കും, മലയാളത്തിലായിരിക്കും. എന്നിട്ട് കൺവേർട്ട് ചെയ്യുന്നതല്ലേ നമ്മൾ ഇംഗ്ലീഷിലേക്ക്. അപ്പോൾ എത്രയൊക്കെ നമ്മൾ മറന്നാലും മാതൃഭാഷ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ് ഈ ഒരു വരിയിലൂടെ. അതാണ് അമ്മ ഒരു ആദിമ സംഗീതമായി, നമ്മൾ എത്ര പെറ്റമ്മയെ മറന്നാലും ആ പെറ്റമ്മ അല്ലെ ഒരു പഴയ കാലത്തിൻ്റെ സംഗീതം പോലെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാണ്. അമ്മയൊരോർമ്മ ഈ പുത്തൻ പ്രകാശങ്ങൾ ജന്മമാളും വന പ്രാചീന നീലയിൽ മങ്ങി അമർന്നതാം ഓർമ്മ വല്ലപ്പോഴും അല്ലെ. എന്താണ് ഇപ്പോൾ അമ്മ എന്താണ് ഒരു ഓർമ്മയായിട്ട് മാറിയിരിക്കുകയാണ്. പുത്തൻ പ്രകാശങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ ബന്ധങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പുതിയ ബന്ധങ്ങൾ, ഇപ്പോൾ വിദേശവുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇങ്ങനെയെല്ലാം പുതിയൊരു ലോകം വന്നതോടുകൂടി നമുക്ക് എന്താണ് അമ്മ വെറും ഒരു ഓർമ്മയായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെ.
നമ്മുടെ ഇന്നത്തെ കാലത്ത്, അതായത് പ്രാചീന നീല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പ്രാചീന നീലയിൽ എന്ന് പറയാ. ഏതോ ഒരു കാലത്തിന്റെ ഓർമ്മ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ അമ്മ ഇപ്പോഴെന്താണ്, എപ്പോഴെങ്കിലും വന്ന് എന്താണ് മെല്ലെ നമ്മളെ ഉണർത്തുന്ന ഒരു ഓർമ്മയായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. പുതിയ പുതിയ ബന്ധങ്ങൾ നമുക്ക് വന്നു ചേർന്നതോടെ അമ്മ എന്താണ് ഒരു ഓർമ്മയായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മൾ ഓർത്താലും ഇല്ലെങ്കിലും കാവലായി പിൻപേ പറക്കും കുളിർമ. അപ്പൊ നമ്മൾ ഓർത്താലും ഓർത്തില്ലെങ്കിലും എന്താണ് എപ്പോഴും നമ്മുടെ കൂടെ അമ്മയുണ്ടായിരിക്കും എന്നാണ് കവി പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് രക്തത്തിലെ ചൂടായി നിൽക്കുന്ന തന്മയും താളവും അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ അല്ലെ ഇരിക്കട്ടെ എപ്പോഴും. ഇവിടെ പറയാണ് അല്ലെ നമ്മുടെ രക്തം, അല്ലെ നമ്മൾ ജീവൻ ഉള്ളിടത്തോളം കാലം നമ്മുടെ രക്തത്തിന് ചൂടുണ്ടായിരിക്കും. ഈ ചൂട് നിലച്ചു കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടു എന്ന അർത്ഥം. അപ്പോൾ ആ ജീവൻ ഉള്ളിടത്തോളം കാലം, അതായത് നമ്മൾ മലയാളികൾക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു മക്കൾ എന്നുള്ള രീതിക്ക് നമുക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം നമുക്ക് കാവലായിട്ട് നമ്മുടെ അമ്മ ഉണ്ടായിരിക്കും എന്നാണ് കവി പറയുന്നത്. അപ്പോൾ അമ്മ എന്താണ് ഒരു ഓർമ്മയായിട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, വെറുതെ നമ്മളെടുത്ത് അതിനെ എന്താണ് അശുദ്ധമാക്കണ്ട എന്ന് ഭാര്യയുടെ കൂടെ തന്നെ കവിയും ചേരുകയാണ്. പിന്നിട്ട് ഇത്രയും എന്താണ് കവി തൻ്റെ അമ്മയുടെ എഴുത്തുകളുടെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അല്ലെ ഇവിടെ അമ്മയുടെ എഴുത്തിൻ്റെ പ്രാധാന്യം പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇന്നർ മീനിങ് എന്താണ്, അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം എന്താണ്, നമ്മൾ മലയാളികൾ മാതൃഭാഷയെ മറക്കുന്നു എന്നത് തന്നെയാണ്. എന്നിട്ട് പറയാണ് ആര് വായിക്കും ഈ മായും എഴുത്തുകൾ, ആരുടെ നാവിൽ ഉയർക്കും ഈ ചൊല്ലുകൾ. ഇനി ആരാണ് നമ്മുടെ മാഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാളത്തെ വായിക്കാനുള്ളത്, ഇനി ആരാണ് നമ്മുടെ മലയാളത്തെ സംസാരിക്കാനുള്ളത്? എല്ലാവർക്കും എന്താണ് ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി അല്ലെ. നാളെ കുട്ടികൾ ചോദിക്കുമോ നമ്മൾ ആരുടെ കുട്ടികൾ, ഇനി വരുന്ന ജനറേഷൻ ചോദിക്കില്ലേ ഞങ്ങൾ ആരുടെ കുട്ടികളാണ്, ഞങ്ങൾ ഈ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിക്കുന്ന ഈ ഒരു ഭാഷ ആരുടേതാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും സംസാരിക്കുന്ന ഭാഷ ഏതാണ് എന്ന് ഇനി വരുന്ന ജനറേഷൻ ചോദിക്കില്ലേ? അവരിൽ നിന്ന് നമ്മൾ നമ്മുടെ മാതൃഭാഷയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിക്കേ, ഞാൻ എൻ്റെ മക്കളിൽ നിന്നും മലയാളത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ ചോദിക്കില്ലേ അച്ഛനും അമ്മയും ചിന്തിക്കുന്നതും പറയുന്നതും ഏത് ഭാഷയാണ്, എന്തുകൊണ്ട് ഞങ്ങളെ അത് പഠിപ്പിക്കുന്നില്ല എന്ന് അവർ ചോദിക്കില്ലേ? അതാണ് ഞങ്ങൾ ആരുടെ നോവുകൾ, ഞങ്ങൾ കരയുന്ന സമയത്ത്, അമ്മ കരയുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ കരയുന്ന സമയത്താണെങ്കിലും അതിലൊരു പ്രത്യേക താളമില്ലേ, അത് ഏതിൽ നിന്നാണ്? കാരണം ഇംഗ്ലീഷിൽ ഇപ്പോൾ നമ്മൾ അയ്യോ എന്നൊന്നും പറയുന്ന സമയത്ത് ഒരു സ്നേഹം ഉണ്ടാവില്ല അല്ലെ, നമ്മൾ നെഞ്ഞത്തടി അമ്മേ ഒരു എന്താ പറയുക, നമ്മുടെ കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിന് നമ്മൾ കരച്ചിലാണെങ്കിലും നമ്മൾ പ്രകടിപ്പിക്കുന്ന വികാരത്തിലാണെങ്കിലും ആ ഒരു ഭാഷയുടെ എന്താണ് ആ ഒരു സ്വാധീനം ഉണ്ടായിരിക്കും അല്ലെ. നമ്മളിപ്പോൾ താരാട്ട് പാടുന്നതാണെങ്കിലും ഇംഗ്ലീഷിൽ താരാട്ട് പാട്ട് പാടുന്നത് പോലെയല്ല മലയാളത്തിൽ പാടുന്നത്. അതുകൊണ്ടാണ് ഹിന്ദിയിലുള്ളവർ പോലും അല്ലെ, നമ്മൾ ആരാണ് അലിയ ഭട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിവാവാവോ ചൊല്ലിയാലേ കുട്ടി ഉറങ്ങും. അപ്പോൾ നമ്മുടെ മലയാളത്തിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലെ, ആ ഒരു താളം. അപ്പോൾ അതൊക്കെ ഇനി വരുന്ന ജനറേഷൻ ചോദിക്കില്ലേ എന്തുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ആ ഭാഷ അകറ്റി എന്ന് അല്ലെ. ഞങ്ങൾ ആരുടെ നോവുകൾ, താഴ്മൊഴി, താഴ്മൊഴി എന്ന് വെച്ചാൽ അമ്മമൊഴി എന്നാണ് അർത്ഥം. എന്താണ് അമ്മമൊഴി അല്ലെ, അമ്മയുടെ മൊഴി അല്ലെ, തന്നെ ഈണവും എങ്ങനെ, അമ്മ പാട്ട് പാടുന്നതിലുള്ള ഈണം എങ്ങനെയാണ്, ഞങ്ങൾ നാവെടുത്ത് ഓതുന്നത് എങ്ങനെയാണ് അല്ലെ, അമ്മയിൽ നിന്നാണല്ലോ ഞങ്ങൾക്ക് ഈ ഒരു ഭാഷ കിട്ടിയത്, അത് എങ്ങനെയാണ് അല്ലെ എന്ന് അവർ ചോദിക്കില്ലേ? ഞങ്ങൾ ഓർക്കുന്നത് എങ്ങനെയാണ്, ഏത് ഭാഷയിലാണ്, തായ് മനസ്സിന്റെ തുടിപ്പുകൾ എങ്ങനെ, അമ്മയുടെ മനസ്സിന്റെ ആ തുടിപ്പൊക്കെ എങ്ങനെയാണ് അല്ലെ, അമ്മ സംസാരിക്കുന്ന ഭാഷ, അമ്മ ചിന്തിക്കുന്നത്, അമ്മ കരയുന്നത്, ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമല്ലേ അല്ലെ, അത് ഏതാണ് എന്ന് ഇനി വരുന്ന ജനറേഷൻ ചോദിക്കില്ലേ? അതായത് നമ്മുടെ കഴിഞ്ഞ ജനറേഷൻ സംസാരിച്ച ഭാഷ ഏതാണ് എന്ന് ഇനി വരുന്ന ജനറേഷൻ ചോദിക്കില്ലേ? താഴ്ചൊല്ലിൽ ഊറിയ താളങ്ങൾ എങ്ങനെ, അതായത് അമ്മ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അമ്മ പാട്ട് പാടുന്നതിലുള്ള ഒരു താളമുണ്ട്, അത് എവിടെ നിന്നാണ് അമ്മ കിട്ടിയത് എന്ന് നമുക്ക് ഇനി വരുന്ന ജനറേഷൻ ചോദിക്കില്ലേ? അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ ഈ മാതൃഭാഷയെ അകറ്റി നിർത്താമോ എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. താൻ തന്നെ വന്നു പിറന്നതും എങ്ങനെ, ആരു തേടും നാളെ നമ്മുടെ കുട്ടികൾക്ക് ഓർക്കുവാൻ അമ്മയെ വേണ്ടായിരിക്കുമോ? അതായത് നാളെ നമ്മുടെ കുട്ടികൾക്ക് ഓർക്കണമെങ്കിൽ അവർക്ക് മാതൃഭാഷ നമ്മളല്ലേ പകർന്നു കൊടുക്കേണ്ടത്. അവരിൽ നിന്ന് നമ്മളിങ്ങനെ മാതൃഭാഷയെ അകറ്റി നിർത്തുകയല്ല, അവരെ മാതൃഭാഷയോട് കൂട്ടിച്ചേർക്കുകയാണ് നാം ചെയ്യേണ്ടത് അല്ലെ. അത് അവരോട് ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ് നമ്മുടെ. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ മാതൃഭാഷയെ അകറ്റി നിർത്തുന്നത് ഒരു പെറ്റമ്മയെ അവരിൽ നിന്നും എന്താണ് ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് എന്നാണ് കവി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു മകന് അമ്മ എഴുതിയ കത്തുകളിൽ നിന്നും തുടങ്ങുന്ന ഒരു കവിതയാണെങ്കിലും ഇതിൽ ആശയം വരുന്നത് എന്താണ്, ഇന്നത്തെ മാതൃഭാഷയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അവഗണനയും അതുപോലെ തന്നെ എന്താണ് മാറ്റി നിർത്തലിനെയും ഒക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ അല്ലെ ആംഗലേയ ഭാഷയ്ക്ക് ഇന്ന് കിട്ടുന്ന പ്രാധാന്യത്തെയും എന്താണ് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ രീതിക്ക് നിങ്ങൾ പറഞ്ഞോളണം. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ കവിതയുടെ ആശയം. ബാക്കി ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആശയം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇതിൽ നിന്ന് നമുക്ക് എസ്സേ വരുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, മാതൃഭാഷയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എന്താ പറയുന്ന അവഗണനയെക്കുറിച്ചൊക്കെ ആയിരിക്കും എന്തായാലും എസ്സേ വരിക. അപ്പോൾ മാതൃഭാഷയെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചോളണം. ബാക്കി 1 മാർക്ക് 2 മാർക്കിനുള്ളതൊക്കെ മിസ് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗായ്സ്.